അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നമ്മളെന്നും ഒരുപോലെ തന്നെ ചിക്കൻ കറി തയ്യാറാക്കി എടുക്കുന്നതിന് പകരം ഒരു ദിവസമൊക്കെ നമുക്ക് വെറൈറ്റി ഒക്കെ ആക്കിയിട്ട് ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം അല്ലേ. ഇത് നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിലേക്ക് ഞാനൊരു അര സ്പൂൺ നെയ്യും ഒരു 3 സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വന്ന സമയത്ത് ഏലക്ക പട്ട ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വറ്റൽമുളകും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറിയ ജീരകം ഒരു അര സ്പൂണ് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഇനി വലിയ ഉള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അത്യാവശ്യം വലിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ലേശം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്ത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം ഞാനിതിലേക്ക് തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ നന്നായിട്ട് വഴന്ന് വന്ന ശേഷം ഞാൻ ഇതിലേക്ക് ഒരു 3/4 സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു അര സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അര സ്പൂണ് വലിയ ജീരകം പൊടിച്ചതും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിതിലേക്ക് കുരുമുളകാണ് കേട്ടോ ആവശ്യത്തിന് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുളക് പൊടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ ചെറിയൊരു സ്പൂണിലാണ് കേട്ടോ ഇതെല്ലാം എടുത്തിട്ടുള്ളത്. ചെറിയൊരു സ്പൂണിൽ അര സ്പൂണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിത് അവിടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളകും അതുപോലെ തന്നെ മല്ലിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. 2 സ്പൂൺ മല്ലിയും കൂടെ എടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തതാണ്. അതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന ശേഷം നമുക്കിതിലേക്ക് ഞാൻ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്നു. അതും കൂടെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഞാനിതവിടെ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഞാനതൊന്ന് തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചിക്കൻ കറി ഇതവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ പൊറാട്ടൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയൊരു നല്ലൊരു ചിക്കൻ കറിയാണ് കേട്ടത്. ഒരു തവണയെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ടോ. ഇനി നമുക്കിതൊരു മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.